ഗീവ് ഐഫോൺ 50 ആണെങ്കിൽ തരാൻ പോകുന്നത്. അത് കൂടാതെ ഒരു വമ്പ ഓഫർ വന്നിട്ടുണ്ട്. ഈ 2008 സ്വിഫ്റ്റ് എത്ര കൊടുക്കുക? 1.40 കൊടുക്കുക. പോട്ടെ, ഈ സെൻ എത്ര കൊടുക്കുക? 55,000 രൂപ സെന്ന്. അതുപോലെ തന്നെ ബീറ്റ് വരുന്നുണ്ടോ? 1.10 2012 മോഡൽ ബീറ്റ് 1.10 കൊടുക്കുക. അത് കൂടാതെ ഒരു ആൾട്ടോ നിങ്ങൾ പഠിക്കാൻ നോക്കുന്നുണ്ടോ? ചെറിയൊരു പൈസക്ക് ഒരു വണ്ടി നോക്കുന്നുണ്ടോ? ഇത് ആൾട്ടോ വരുന്നുണ്ട്, എത്ര കൊടുക്കുക? 58 രൂപയ്ക്ക് ആൾട്ടോ 2028 വരെ പേപ്പറുള്ള വണ്ടി. ഇനി അത് കൂടാതെ 2015 ഇനോവ ഇന്റർകൂളർ വരുന്ന ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന വണ്ടി 2015 മോഡലാ. എത്ര കൊടുക്കുക? 8.25 കൊടുക്കുക. ചെങ്ങന്മാരെ, ഗീവോ വേണം നിങ്ങൾക്ക്. ഈ പ്രാവശ്യം ഒരുപാട് ബൈക്ക് കൊടുത്ത് കാറ് കൊടുത്ത് മതിയായി അല്ലെന്ന് പറയില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഇനി അടുത്ത ഓഫറും തരും. ഈ പ്രാവശ്യം നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഐഫോൺ 50 കൊടുത്താലോ? കൊടുക്കല്ലേ? നിങ്ങൾക്ക് വേണ്ടി വീണ്ടും അടുത്ത ഓഫറായിട്ട് നമ്മൾ അഫ്സൽക്കാർ വന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. നമ്മൾ വീണ്ടും ഒരു ബഡ്ജറ്റ് കാറിന്റെ ഒരു വമ്പൻ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാക്സിമം നല്ല നല്ല ബഡ്ജറ്റ് കാറുകളും അതിൽ നിന്ന് കുറച്ച് ഹെവി സാധനങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറയാൻ പോകുന്നത് ഈ ഒരു ഫോണിന്റെ ഒരു ബോക്സ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മളെല്ലാ പ്രാവശ്യം കാറൊക്കെ അല്ലേ ഗീവോ കൊടുക്കുന്നത്, കാറും ബൈക്കൊക്കെ ഗീവോ കൊടുക്കുന്നത്. ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ, ഈ ഐഫോൺ 50 ഗീവോ ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോവാണ്. കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാം. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനൽ ട്രാവൽ കിങ്ങിന്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബിഗ് ടോയിന്റെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോവുക, ട്രാവൽ കിങ്ങിന്റെ ഇൻസ്റ്റ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ബിഗ് ടോയിന്റെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മളെ ട്രാവൽ കിങ്ങിന്റെ ഇതിലേക്ക് അയച്ചു തരാം. അതിന്റെ കൂടുതൽ തന്നെ ഈ ട്രാവൽ കിങ്ങിന്റെ പേജിൽ തന്നെ വന്നിട്ടുണ്ടാവും. ഇവിടുത്തെ റീലും വന്നിട്ടുണ്ടാവും, ഈ ഫോണിന്റെ ഒരു റീലും കൂടി വന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ 5 പേരെ കമന്റ് ചെയ്യുക. ഈ കമന്റ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റ വഴിയിട്ടാണ് ഈ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പോകുന്നത്, ഈ പിക്കർ വൈകിട്ട്. അതിനെ കൊണ്ടാണ് അവിടെ ഒരു കമന്റ് ഇടാൻ പറഞ്ഞത്. ആ കമന്റ് വഴിയാണ് നമ്മൾ ആളെ സെലക്ട് ചെയ്യട്ടോ ലൈവായിട്ട്. അപ്പൊ നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് ഇത് മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടിയിലാണ് നമ്മൾ ബിഗ് ടോയിലാണുള്ളത്, അഫ്സൽ ഖാൻ അടുത്താണുള്ളത്. തുടങ്ങല്ലേ അഫ്സൽ ഖാൻ? പൂരം തുടങ്ങല്ലേ? എന്നാ തുടങ്ങാം. നമ്മൾ ബസ്സിന്റെ സ്വിഫ്റ്റ് ചോദിച്ചാലോ? 2008 ഡീസൽ എത്ര കൊടുക്കാം? ഒരു 1.45 കൊടുക്കാം. 1.40 കൊടുക്കാം. ഡീസൽ 28 വരെ പേപ്പറിലുണ്ട്. 28 വരെ പേപ്പറൊക്കെ ഉണ്ട്. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? 2008 മോഡൽ അല്ലേ? ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 3-4 ആയിട്ടുണ്ടാവും. കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഓക്കെ. അപ്പൊ 1.40 സ്വിഫ്റ്റ് 2008 മോഡൽ ഡീസൽ ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2004 മോഡൽ. എത്ര ചോദിക്കുന്നത്? ഒരു നമുക്ക് 55 രൂപ കൊടുക്കാം. 55 രൂപയ്ക്ക് 2004 മോഡൽ. എത്ര വരെ പേപ്പർ ഉണ്ട്? അത് ഈ വർഷം ലാസ്റ്റ് പേപ്പറാണ്. ഈ വർഷം ലാസ്റ്റ് എന്തായാലും റിന്യൂവൽ എടുക്കണം. ലാസ്റ്റ് ആണ് 55. എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. ഒരു 50 രൂപ ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഒരു ബീറ്റ് വരുന്നുണ്ട്. ഇത് 2011-12 രജിസ്റ്റർ ബീറ്റ് പെട്രോൾ ആണ് വരുന്നത്. 12 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 95. 4 പുത്തൻ ടയർ വെച്ചിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.10 കൊടുക്കാം. 1.10 12 രജിസ്ട്രേഷൻ ഉള്ള ബീറ്റ് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഒരു ആൾട്ടോ വരുന്നുണ്ട്. ആൾട്ടോ ഏതാണ്? ഇത് 2007 LX. 2007 LX. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 3-4 ആയിട്ടുണ്ട്. പഴയ മോഡൽ നമ്മൾ ചെക്ക് ചെയ്യല്ല വരുന്നത് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. എത്ര വരെ പേപ്പർ ഉണ്ട്? 25 വരെ പേപ്പർ ഉണ്ട്. 2027 വരെ പേപ്പർ ഉണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 70 രൂപ കൊടുക്കാം. 70 രൂപ ലാസ്റ്റ് ഫൈനൽ ആണോ? എന്തെങ്കിലും വരുന്നൊക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാം. 70 ആണ് പറയുന്നത്. അതിന് ഒരു ഡിസ്കൗണ്ട് അങ്ങ് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ആൾട്ടോ ആണ് വരുന്നത്. ഇതേതാ മോഡൽ? ഇത് 2012. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 1.5. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ടച്ച് സ്ക്രീൻ എല്ലാം ഉണ്ട്. ടയറൊക്കെ അത്യാവശ്യം ടയറും ഉണ്ട്. 2012 മോഡലാണ്. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിലെ കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് എത്ര പറഞ്ഞു? 1.40 ഫൈനലാണോ? അതിനും ചെയ്ത് കൊടുക്കും. 1.40 ആണ് ചോദിക്കുന്നത്. അതിൽ നിന്നും പ്രൈസ് കുറച്ച് കൊടുക്കും. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് കേട്ടൺ ഏതാ മോഡൽ വരുന്നത്? 2011. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1.10. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ബോണ്ടുണ്ട്. മെയിൻ ഗ്ലാസും ബോണ്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 2011 മോഡലാണ്. പ്രൈസ് നല്ല മാറ്റം വരും. 1.30 കൊടുക്കാം. 2011 മോഡൽ. ഇനി എന്തെങ്കിലും സംസാരിക്കാം. ഓക്കെ. ഇപ്പൊ ഇതേതാ മോഡല്? ഇത് 2010 ഓട്ടോമാറ്റിക് ഐവിടെക് CNG ആണ് വരുന്നത്. 2010 ഓട്ടോമാറ്റിക് CNG ആണ് വരുന്നത്. എത്ര മൈലേജ് കിട്ടും? CNG എന്തായാലും 20 കിലോമീറ്റർ മേലെ കിട്ടും. എന്തായാലും കിട്ടും. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല.
3,40,000 കൊടുക്കാം. 3,40 CNG ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക് CNG 3,40 ഫൈനൽ ആയിട്ട് കൊടുക്കാം. അതെ അതെ. ഇനിയിപ്പോ ഒരു വാഗ്നർ വരുന്നുണ്ട്. ഈ വാഗ്നർ ഏതാ മോഡൽ വരുന്നത്? 2000 LX ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 5 ആയിട്ടുണ്ട്. 5 ആയിക്കുന്നല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ 1.10 കുറച്ചോട്ടാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1,00,000 രൂപ കൊടുക്കാം. 1,00,000 രൂപ കൊടുക്കാം. 2007 മോഡൽ അല്ലേ? അതെ അതെ. പുതിയ പേപ്പർ 2027 പേപ്പർ. പ്രൈസുകൾ നോക്കണ്ട, ഇനി മുമ്പിൽ എന്താ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു എത്തിയോസ് വരുന്നുണ്ട്. ഇതെങ്ങനെ? 2017 ഒറിജിനൽ കേരള വണ്ടി. 2017 അല്ലേ? ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 74,000. ഏതാ ഫ്യൂൽ വരുന്നത്? ഇത് ഡീസൽ GDSP ആണല്ലോ വരുന്നത്. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം പക്കാണ്. പൈസ വരുന്നത് നമുക്ക് 6,45 കൊടുക്കാം. 6,45 ഫൈനൽ ആണോ? അതെ. ലാസ്റ്റ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 10,25,000 ഇറക്കം ചെയ്യട്ടോ. 10,25,000 വണ്ടി കൊടുക്കാം. സ്വിഫ്റ്റ് ഏതാ വരുന്നത്? സ്വിഫ്റ്റ് 2018-19 ഡീസൽ. 2018-19 ഡീസൽ. അതെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 75. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. ഒന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ പക്കായിരിക്കും. പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് 6,15 കൊടുക്കാം. 6,15. എത്ര ലോൺ കയറും? നമുക്ക് 6 ലോണും കൊടുക്കാം. ഒരു 25,000 വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് അല്ല വരുന്നത്? അല്ല സോറി, മാനുവൽ ആണ് വരുന്നത്. സോറി, മാറിപ്പോയതാട്ടോ. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് അൾട്രോസ്. ടാറ്റന്റെ അൾട്രോസ് ഏതാ മോഡൽ വരുന്നത്? സെക്കൻഡ് ഓണർ 17,000 കിലോമീറ്റർ ഓടിയുണ്ട്. വെറും 17,000 ഡീസലാണ്. ഡീസൽ ഏതാ മോഡൽ പറഞ്ഞത്? 2021 അൾട്രോസ് ആണ് വരുന്നത്. ഒരു ടൈമിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്തൊരു വണ്ടിയായിരുന്നു. ഡീസലാണ്. അപാര മൈലേജുമാണ്. ഓണർഷിപ്പ് സെക്കൻഡ്. 17,000 കിലോമീറ്റർ. 17. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് ഇതൊരു 6,60 കൊടുക്കാം. 6,60 ഫൈനൽ ആണോ? ചെയ്ത് കൊടുക്കാം. പിന്നെ അത് എത്ര ലോൺ കയറും? ഫുള്ളോണ് കൊടുക്കാം. ഫുള്ളോണ് ചെയ്ത് കൊടുക്കാം അല്ലേ? അതേപോലെ തന്നെ ഇനോവ കിടക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ഇനോവ കിടക്കുന്നുണ്ട്. ഇനോവ ക്രിസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ബഡ്ജറ്റ് കാറുകൾ കുറച്ച് വണ്ടികളുണ്ട്. അതുപോലെ തന്നെ ക്രറ്റും കിടക്കുന്നുണ്ട്. ഈ അൾട്ടോ 800 ഏതാ മോഡൽ വരുന്നത്? 2019 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 66. റീപ്ലേസ്മെന്റ് എന്താണോ? മെയിൻ ക്ലാസ് മാത്രം. വേറെ എന്തെങ്കിലും ഹിസ്റ്ററിയിലുള്ളതല്ലേ? ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? നമുക്കൊരു 2,95 കൊടുക്കാം. 2,95 2019 മോഡൽ കൊടുക്കാം അല്ലേ? 66,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് ഫുൾ കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വന്ന ഒരു ആൾട്ടോ വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2007 LX. അതെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് പഴയ മോഡലാണ്. ഓണർഷിപ്പ് കൂടും. കിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ 1,000 ഓടിയിട്ടുണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 58 രൂപ കൊടുക്കാം. 58 രൂപ കൊടുക്കാം. 2007 ആൾട്ടോ 58 രൂപ കൊടുക്കാം. അതെ. എത്ര വരെ പേപ്പർ ഉണ്ട്? 28 വരെ പേപ്പർ. 2028 വരെ പേപ്പർ ഉണ്ട്. ഒരു വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ പവർ ഷെയറിംഗ് ഉണ്ടാവില്ല. AC ഉണ്ട്, പവർ ഷെയർ. അതാണ് LX വരുന്നത്. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് അൾട്ടോ 800 ആണ് വരുന്നത്. ഇതേതാ മോഡൽ വരുന്നത്? 2014. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,5. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 2,00,000 രൂപ കൊടുക്കാം. 2,00,000 രൂപ. 2014 മോഡല്. 10,000 ഇറക്കിക്കൊണ്ടാവും. വെറും 10,000 1,90 ലോണും കയറും അല്ലേ? ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാൻ വന്ന ഒരു എക്സ്പ്രസോ വരുന്നുണ്ട്. 2022 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 4,000 കിലോമീറ്റർ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? അല്ല, കിലോമീറ്റർ 4,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രൈസിൽ മാറ്റം ഉണ്ടാവും. എത്ര ഉണ്ട്? നമുക്ക് 4,55 കൊടുക്കാം. 4,55 ഫൈനലായിട്ട് കൊടുക്കാം. എത്ര ലോൺ കയറും? നമുക്ക് അത് ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ ഫുള്ള് ഒട്ടെടുക്കാം. അല്ലെങ്കിൽ ചെറിയൊരു കായൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ. ഈ ഇതൊക്കെ സവർലേഷന്റെ നമുക്ക് ഒരു 2008 ആണ്. 28 പേപ്പർ ഉണ്ട്. 57 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 65 രൂപ കൊടുക്കാം. 65 രൂപ. ഇതോ? അത് 2007 എസ്റ്റിലോ. പുതിയ പേപ്പർ എടുത്തിട്ടുള്ളൂ. നമുക്ക് 95 രൂപ കൊടുക്കാം. 95 രൂപക്കല്ലേ? 2007 എസ്റ്റിലോ 95 രൂപക്കല്ലേ? എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാം. കിലോമീറ്ററോ? കിലോമീറ്റർ 90. ഒരു റീപ്ലേസും ഇല്ല. നമ്മൾ എക്സ്ചേഞ്ച് എടുത്തോണ്ട്. ഓക്കെ. ഞാൻ നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഏതാണ്? ഹുണ്ടായിന്റെ വെർണ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 20 റേസർ. 2018-20 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഡീസലോ പെട്രോളോ? ഡീസൽ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 44. റീപ്ലേസ്മെന്റ് എന്താണ്? ഒന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ പക്കായിരിക്കും. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 8,00,000 രൂപ. 8,00,000 രൂപ. ലാസ്റ്റ് ഫൈനൽ ആണോ? എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് ട്രാക്ക് ക്ലിയർ ആണ്. ഫുൾ ചെയ്ത് കൊടുക്കാം അല്ലേ? ഞാൻ അതേപോലെ തന്നെ ക്രറ്റ് വരുന്നുണ്ട്. ഡീസലോ പെട്രോളോ? ഡീസൽ. ഏതാ മോഡൽ വരുന്നത്? 2019-20. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. ഒക്കെ പക്കാണല്ലേ? ഇന്ത്യയിലെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
പ്രൈസ് ഫൈനൽ പ്രൈസ് നമുക്ക് 9 ലക്ഷം ആസ്കിയുണ്ട്. എന്തെങ്കിലും ചെയ്ത് കൊടുക്കും ഇൻഷാ അല്ലാ. എത്ര ലാസ്റ്റ് ഫൈനൽ പറയും? ക്രെറ്റന്റെ ഫാൻസ് ഒരുപാട് ആൾക്കാരുണ്ട്, അതാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കും? നമുക്ക് മര്യാദ വിലാവിൽ ചെയ്ത് കൊടുക്കാം ഇൻഷാ അല്ലാ. നിങ്ങൾ പറയും, ഇവിടെ പറഞ്ഞോളി, പറഞ്ഞോളി. 9,000 ഫൈനൽ കൊടുക്കാം. 9,000 ഫൈനലിൽ കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 8,500 9 രൂപ കയറും. ഓക്കെ, ഒരു ചെറിയൊരു 50,000 രൂപ വണ്ടി വേണം നടക്കാം. ഓക്കെ, ഇനി ഒരു i20 പഴയ മോഡൽ. ഇത് 2010 പെട്രോൾ ആണ്. 2010 പെട്രോൾ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,35 കോടി ഓടിയിട്ടുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇഷ്ടമൊക്കെ പക്കായിരിക്കും. എല്ലാം പക്ക. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1,90 കൊടുക്കാം. 1,90 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് റിഡ്സ് വരുന്നുണ്ട്. ഇത് 2011 റിഡ്സ്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20. ഡീസലോ പെട്രോളോ? ഡീസൽ. ഡിവിഡി ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇഷ്ടമൊക്കെ പക്ക. എല്ലാം പക്ക. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 2,40 കൊടുക്കാം. 2,40. 2011. 2011 2,40 കുറയോ? നമുക്ക് 4 അലവിൽ വിട്ട് കൊടുക്കാം. 4 അലവിൽ വിട്ട് കൊടുക്കാം. 4 അലവിൽ ഇട്ട് കൊടുക്കാം. അതെ, 2,40. ഓക്കെ. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 1,45 1,50 കൊടുക്കാം. 1,45 വരെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോ ഫോർഡ് ഫിഗോ ഡീസലോ പെട്രോളോ? ഡീസൽ. മോഡൽ ഏതാ വരുന്നത്? 2011-12 റേസർ. 11-12 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് തേർഡ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20 ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്ക് 1,15 കൊടുക്കാം. 1,15 1,25 അല്ലേ? 12 രജിസ്ട്രേഷൻ. ഓക്കെ, 2017 അമേസ്. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് തേർഡ്. 73,000 ഓട്ടം. കറക്റ്റ് കമ്പനി സർവീസ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ഡീസൽ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 4,15 ലക്ഷം രൂപ. 4,15 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? ഫുള്ള് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇനോവ കിടക്കുന്നുണ്ടോ? ലാസ്റ്റ് കാണിച്ചു തരാം. ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഏതാണ്? ഇത് 2018-19 റേസർ പെട്രോള്. ഹോണ്ട അമേസ് പെട്രോൾ ആണ്. ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ എത്ര? 32. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒരു ഡോറിന്റെ ഗ്ലാസ് ഉണ്ട്. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. പ്രൈസ് ആണ്? പ്രൈസ് നമുക്ക് 5,000 കൊടുക്കാം. 5,000. എത്ര ലോൺ? ഫുൾ കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്തത് അമേസൺ ആണ് വരുന്നത്. ഡീസലോ പെട്രോളോ? ഡീസൽ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 84. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഗ്ലാസ് അങ്ങനത്തെ ചില്ലറ കൊടുക്കും. ഓക്കെ, ആ പ്രൈസിന് എന്തായാലും മാറ്റം വരും. 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ മാറ്റം വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 6,60 കൊടുക്കാം. 6,60 ഫൈനൽ കൊടുക്കാം. എത്ര ലോൺ വരും? ലോൺ ഫുള്ള് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് മാരുതിന്റെ ബലോണോ. 1 അല്ല 2 മോഡലുണ്ട്. ബ്ലൂവും വരുന്നുണ്ട്, റെഡും വരുന്നുണ്ട്. ഈ ബ്ലൂ ഏതാ മോഡൽ വരുന്നത്? ഇത് 18 റീറ്റ ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? 43,000. റീപ്ലേസ്മെന്റ് ആണോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ലെഫ്റ്റ് ഡോർ ഉണ്ട്. അതിന്റെ ഡോറിന്റെ ഗ്ലാസ് മാറില്ല. കമ്പനി ഷോറൂം മാറിയതാണ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 10 എത്ര ലോൺ കയറും? ലോൺ നമുക്കൊരു 10-20,000 വണ്ടി കൊണ്ട് നടക്കാം. ഇതോ? ഈ ബലോണോ? ഇത് മാനുവൽ അല്ലേ വരുന്നത്? ഇത് മാനുവൽ. 2019 അൽഫ. 2019 അൽഫ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 74. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 6,45 ലക്ഷം രൂപ കൊടുക്കാം. 6,45 രൂപ. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 6,60 കൊടുക്കാം. ഒരു 10-25,000 രൂപ വണ്ടി കൊണ്ട് നടക്കാം അല്ലേ? അതെ, ട്രാക്ക് അത്രയും ക്ലിയർ ആണ്. ഫുള്ളും കൊടുക്കട്ടെ. ഓക്കെ, ഇത് കേരള വണ്ടിയാണോ വണ്ടിയാണോ? ഇത് കേരള വണ്ടി. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മൾ ടൊയോട്ടന്റെ ഇനോവ ക്രിസ്റ്റ ആണ് നോക്കാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. ഏതാ മോഡൽ വരുന്നത്? മോഡൽ 16 Z ഓട്ടോമാറ്റിക്. 2016 Z ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? കിലോമീറ്റർ എത്ര വരുന്നത്? കിലോമീറ്റർ മാത്രം 2,25,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ജെനുവിൻ ആണ്. ഷോറൂം സർവീസ്. ഓക്കെ, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പക്കാണ്. ഷോറൂം ഒക്കെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 17,70,000 രൂപ. 17,70,000 രൂപ. ലാസ്റ്റ് ഫൈനൽ ആണോ? നമ്പറായ വണ്ടിയുടെ പൈസ കൊടുക്കണ്ടോ? കേരള വണ്ടിയാണ്. പക്ക കേരള വണ്ടിയാണ്. 17,70,000 രൂപ. എത്ര ലോൺ കയറും? ലോൺ ഐറ്റും കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരു 17,000 രൂപ വരെ മേടിച്ചെടുക്കാം. ഓക്കെ, ഒരു 1 lakh ഉണ്ട് സ്വകാര്യ വണ്ടി കൊടുക്കാം. ഓക്കെ, ഏതാണ്? കേരള ആണോ? റീ ആണ് വരുന്നത്. ഏതാ മോഡൽ? നമ്പർ ഏതാണോ? നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2011 V ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. ഓണർഷിപ്പ്. കിലോമീറ്ററോ?
കിലോമീറ്റർ ജനുവിറ്റി നമ്മൾ പറയില്ല, റീവണ്ടി ആയതുകൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ പക്കാണെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം റീപ്ലേസ്മെന്റ് എന്താണല്ലോ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്നോവ ആയതുകൊണ്ട് എന്തായാലും അത്യാവശ്യം ഓട്ടം എന്തായാലും ഉണ്ടാവും. പക്ഷെ സാധനം അടാറ് സാധനം എനിക്ക് എഞ്ചിനും കാര്യങ്ങളൊക്കെ. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് നമുക്ക് 6.65 കൊടുക്കാം. 6.65. എത്ര ലോൺ കയറും? ലോണ് റീവണ്ടി ആണ് നമുക്ക് 5.5. നമ്മൾ നമ്പറിലാക്കിയിട്ടല്ലേ കൊടുക്കാം. ഒരു ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ വണ്ടി വന്ന് ഇറക്കാം. ഇതേ നമ്മൾ വരുന്നത് 2015 വണ്ടി G4 ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1.75 കാണിക്കുന്നുണ്ട്. അതെ, പക്കാണെന്ന് ഉറപ്പില്ല. ആവാൻ ചാൻസ് ഉണ്ട്, ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഒന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ പക്ക അല്ല. നമ്പർ ഹിസ്റ്ററി പക്കണ റീപ്ലേസ് ഒന്നുമില്ല, അത് ഗ്യാരണ്ടി. ആണ്. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്. ഇത് 8,70,000. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 7 വരെ കയറ്റി കൊടുക്കാം. ഒരു 1.5 ലക്ഷം 1.25 ലക്ഷം വണ്ടി വരുന്ന ഇന്റർകൂളർ ആണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്, ഒരു റീപ്ലേസ് ഇല്ല, ഗ്യാരണ്ടി കൊടുക്കാം. 8.25 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. എന്തെങ്കിലും ചെറിയ മാറ്റം പറ്റി കൊടുക്കാം. നമ്മൾ ഒരുപാട് വണ്ടികൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് വണ്ടികളും ഒരുപാട് മോഡലും ക്രെറ്റയും അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് ഇത് മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി ഒരു നയാല പമ്പ് ഉണ്ടായിരുന്നു, നേരെ ഓപ്പോസിറ്റ് നമ്മളെ ബിഗ് ടോയ് എന്ന് പറഞ്ഞ ഷോറൂമിലാണുള്ളത്. അഫ്സൽ ഖാൻ അടുത്തേക്ക് വന്നാൽ മതി. ഇവിടെ കാണിച്ച മിക്ക വണ്ടികൾ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് മാക്സിമം ചെയ്ത് കൊടുക്കും. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കും. ഓക്കെ, ഏതൊരു വണ്ടി എടുക്കുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന മാതിരി തന്നെ നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അപ്പോൾ തൽക്കാലം നമ്മളൊരു ബൈ.